ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. CC ഓണം നല്ലോണം പഠിച്ചോണം. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റി ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. സോ മികച്ച രീതിയിൽ പഠിക്കുക. IT ഭാഗത്ത് നിന്ന് 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ആ 10 മാർക്കും നമുക്ക് നേടിയെടുക്കണം. 1 മാർക്ക് പോലും നമ്മൾ പുറത്ത് കളയരുത്. അപ്പോൾ ആ രീതിയിൽ മികച്ച രീതിയിൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ IT ഭാഗത്ത് നിന്ന് ചോദിക്കുവാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും CCയിൽ നിന്നും കേരള ബാങ്കിലേക്ക്. അപ്പോൾ CCയിൽ നിന്നും കേരള ബാങ്കിലേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ പോകാൻ പോകുന്ന കുറേ ഉദ്യോഗാർത്ഥികളുടെ പിക്ചേഴ്സാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇതുപോലെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ പിക്ചേഴ്സും ഇങ്ങനെ വരട്ടെ. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ ബിൽറ്റ് വിത്ത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്? ഏത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഉപയോഗിച്ച് നിർമ്മിച്ചു തുടങ്ങിയത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ഇത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. 5 ജനറേഷൻസ് നന്നായിട്ട് പഠിക്കുക. ഓരോ ജനറേഷനിലും ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ് എന്ന് പറയാൻ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താണ്? ഫസ്റ്റ് ജനറേഷൻ ആണോ, സെക്കൻഡ് ജനറേഷൻ ആണോ, തേർഡ് ജനറേഷൻ ആണോ, ഫോർത്ത് ജനറേഷൻ ആണോ? ഏത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് പ്രധാനപ്പെട്ട ടെക്നോളജി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ജനറേഷൻ ആണ് കേട്ടോ. 3ാമത്തെ തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിലാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് പ്രധാനപ്പെട്ട ഒരു ടെക്നോളജി ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഈ 3ാമത്തെ ജനറേഷൻ മുതലാണ്, അതായത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ വരവോടുകൂടിയാണ് കമ്പ്യൂട്ടർ ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു രൂപത്തിൽ ആയി മാറിയത്. മോണിറ്റർ, കീബോർഡ്, CPU ആ ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതിന് മുന്നേ ഉണ്ടായിരുന്ന ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അത്രയും വലിയ സൈസും ഒരുപാട് റാക്കും ഒരുപാട് എക്യുപ്മെൻറ്റ്സും വയേഴ്സും ഒക്കെ കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ ഈ തേർഡ് ജനറേഷൻ മുതൽ കമ്പ്യൂട്ടർ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ആയി മാറുകയാണ് ഉണ്ടായത് കേട്ടോ. അത് മനസ്സിലാക്കുക. പിന്നീട് അതിൻ്റെ ആ ഒരു ചുക്കാൻ പിടിച്ചാണ് മൈക്രോ പ്രോസസ്സറും മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം വിവിധ കാലഘട്ടങ്ങളിൽ ഡെവലപ്പായി വന്നത്. അപ്പോൾ തേർഡ് ജനറേഷനാണ് നമ്മുടെ കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ജനറേഷനിലും ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് വാക്യൂം ട്യൂബുകളാണ് കേട്ടോ. VACUUM ആണ്. വാക്യൂം ട്യൂബുകളാണ് ഉപയോഗിച്ചിരുന്നത്. 2ാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്, ട്രാൻസിസ്റ്ററുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ 3ാം തലമുറയിൽ IC എന്ന് പഠിച്ചു നമ്മൾ. 4ാം തലമുറയിലാണ് എന്ത് ഉപയോഗിച്ചു തുടങ്ങിയത്? മൈക്രോ പ്രോസസ്സർ കേട്ടോ. സാധാരണക്കാരായ നമ്മളൊക്കെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 4ാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറുകൾ തന്നെയാണ്. മൈക്രോ പ്രോസസ്സർ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് നമ്മളെല്ലാം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് VLSI ടെക്നോളജി കേട്ടോ. VLSI. ഓക്കെ, VLSI, വെരി ലാർജ് സ്കെയിൽ IC എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം. വെരി ലാർജ് സ്കെയിൽ IC, VLSI. അതുപോലെ ഫിഫ്ത്ത് ജനറേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ AI കാലഘട്ടമാണ് അല്ലേ. AI ഉപയോഗിച്ച് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. AI എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യ ULSI ആണ് കേട്ടോ. അൾട്രാ ലാർജ് സ്കെയിൽ IC. അതായത് കമ്പ്യൂട്ടറിന് കാര്യങ്ങൾ കാണുവാനും അത് ഗ്രഹിക്കുവാനും സ്വയം തീരുമാനം എടുക്കുവാനുമുള്ള ഒരു കഴിവ്, അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. 5ാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. റോബോട്ടിക് ടെക്നോളജിയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക. കമ്പ്യൂട്ടറിൻ്റെ 5 ജനറേഷനും അത് നിലനിന്നിരുന്ന കാലഘട്ടവും ആ ഓരോ ജനറേഷനിലും ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്താണെന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക പരീക്ഷയ്ക്ക് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് VDU? VDUവിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇത് വന്നിട്ട് നമ്മുടെ ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഹാർഡ്വെയറിൽ ഔട്ട്പുട്ട് ഡിവൈസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ് VDUവിൻ്റെ ഫുൾ ഫോം ചോദിച്ചിരിക്കുന്നത്. VDU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ മോണിറ്ററിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് VDU. മോണിറ്ററിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് VDU കേട്ടോ. ഓപ്ഷൻ A വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, ഓപ്ഷൻ B വേരിയസ് ഡിസ്പ്ലേ യൂണിറ്റ്, ഓപ്ഷൻ C വിഷ്വൽ ഡിസ്ക് യൂണിറ്റ്, ഓപ്ഷൻ D വേരിയസ് ഡിസ്പ്ലേ യൂണിറ്റ്. ഇതിൽ VDUവിൻ്റെ ഫുൾ ഫോം എന്തായിരിക്കും പറയാമോ? വളരെ സിമ്പിളാണ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? മോണിറ്റർ തന്നെയാണ്. മോണിറ്ററിനെ പറയുന്ന മറ്റൊരു പേരാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്.
മോണിറ്റർ കുറേ തരത്തിലുണ്ട് കേട്ടോ. മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRT മോണിറ്റർ ഉണ്ട്. CRT എന്ന് പറഞ്ഞാൽ കാഥോഡ് റേ ട്യൂബ്. LCD മോണിറ്റർ ഉണ്ട്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റർ ഉണ്ട്. പ്ലാസ്മ മോണിറ്റർ ഉണ്ട്. പ്ലാസ്മ മോണിറ്റർ കേട്ടോ, പ്ലാസ്മ മോണിറ്റർ ഉണ്ട്. അതേപോലെ തന്നെ LED മോണിറ്റർ ഉണ്ട്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടൊരു മോണിറ്റർ ഉണ്ട് OLED. OLED എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇത്രയും തരത്തിലുള്ള മോണിറ്റേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ CRT ഒന്നും ഇന്ന് അവൈലബിൾ അല്ല, അതെല്ലാം സ്ക്രാപ്പിലേക്ക് പോയി. നിലവിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കി പറയുന്ന LCD, പ്ലാസ്മ, LED, OLED ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ LED-യും OLED ഒക്കെയാണ് ഇന്ന് മോണിറ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് കേട്ടോ. ലാപ്ടോപ്പിലും സാധാരണ ഡെസ്ക്ടോപ്പിലെ മോണിറ്ററൊക്കെ LED-യും OLED ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. കൂടുതൽ എന്താ പറയുന്നത്, കുറച്ചും കൂടി നല്ല ഒരു സ്ക്രീൻ റെസൊല്യൂഷനും പിക്സലും ഒക്കെ നമുക്ക് ഈ ലേറ്റസ്റ്റ് മോണിറ്റേഴ്സിൽ കാണാൻ സാധിക്കും കേട്ടോ. അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് VDU എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നാണ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മോണിറ്റർ തന്നെയാണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ മൈക്രോസോഫ്റ്റ് എക്സൽ, ഓപ്ഷൻ ബി അഡോബ് ഫോട്ടോഷോപ്പ്, ഓപ്ഷൻ സി ഡിസ്ക് ക്ലീനപ്പ്, ഓപ്ഷൻ ഡി ഗൂഗിൾ ക്രോം. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനെ ഉയർത്തുവാൻ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ എന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമായിട്ടാണ് എപ്പോഴും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത് കേട്ടോ. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് ആയിരിക്കും ഈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഡിസ്ക് ക്ലീനപ്പ് സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഡിസ്ക് ക്ലീനപ്പ് സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണം. ഈ ഡിസ്ക് ക്ലീനപ്പ് സോഫ്റ്റ്വെയറുകൾ, അതേപോലെ തന്നെ നമ്മുടെ ഈ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ, ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ, അതുപോലെ തന്നെ ഫയൽ കംപ്രഷൻ ടൂളുകൾ, ഇതെല്ലാം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബാക്കി ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന എക്സലും പവർ പോയിന്റും ഗൂഗിൾ ക്രോം ഒക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ്. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനെ ഉയർത്തുവാൻ, മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡിവൈസ് ഡ്രൈവേഴ്സ് ബിലോങ് ടു വിച്ച് കാറ്റഗറി ഓഫ് സോഫ്റ്റ്വെയർ? ഡിവൈസ് ഡ്രൈവറുകൾ എന്ത് കാറ്റഗറി ഓഫ് സോഫ്റ്റ്വെയർ ആണ്? ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ഡി ഫേംവെയർ സോഫ്റ്റ്വെയർ. അപ്പോൾ ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഡിവൈസ് ഡ്രൈവറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. എന്താണ് ഈ ഡിവൈസ് ഡ്രൈവർ? എന്തിനാണ് ഡിവൈസ് ഡ്രൈവർ ഉപയോഗിക്കുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന മറ്റ് ഹാർഡ്വെയറുകളുണ്ടല്ലോ, ഈ ഹാർഡ്വെയറും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കീബോർഡ് കൊണ്ട് കണക്ട് ചെയ്തു. ഈ കീബോർഡും എൻ്റെ കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, ദ്വിഭാഷിയായിട്ട് ഒരാൾ പ്രവർത്തിക്കണം. അപ്പോൾ അങ്ങനെ ട്രാൻസ്ലേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിലെ ഒരു പ്രിൻ്റർ കൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യില്ല. ആ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ എന്ത് ചെയ്യണം, അതിൽ ഇൻസ്റ്റാൾ ആവണം കേട്ടോ. ഇപ്പോൾ ഉള്ള മോഡേൺ ടെക്നോളജി, മോഡേൺ കമ്പ്യൂട്ടേഴ്സിലൊക്കെ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമ്മളൊരു പ്രിൻ്ററോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ്വെയറോ എൻ്റെ കമ്പ്യൂട്ടറിൽ കൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ആവും. അങ്ങനെ അത് പ്രവർത്തിച്ചോളും. പക്ഷേ പഴയ പ്രിൻ്ററും പഴയ സ്കാനറും പഴയ കാലഘട്ടത്തിലുള്ള എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഒക്കെ കമ്പ്യൂട്ടറിൽ കൊണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അത് വർക്കാവില്ല. അതിനെന്ത് ചെയ്യണം, പർട്ടിക്കുലർ ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുകയുള്ളൂ കേട്ടോ.
അപ്പോൾ മനസ്സിലാക്കുക, എന്തിനാണ് ഡിവൈസ് ഡ്രൈവർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന മറ്റ് ഹാർഡ്വെയർ ഡിവൈസും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഇടയിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പ്രിൻ്റർ ഡ്രൈവേഴ്സ് ഉണ്ട്, സ്കാനർ ഡ്രൈവേഴ്സ് ഉണ്ട്. നമ്മുടെ പെൻ ഡ്രൈവ് പോലും നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് വരാറുണ്ട് കേട്ടോ. ആ പെൻ ഡ്രൈവ് കണക്ട് ചെയ്താൽ പോലും അതിനകത്തും ഒരു ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഇൻസ്റ്റാൾഡ് ആയാൽ മാത്രമേ ആ പെൻ ഡ്രൈവ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ വർക്ക് ആവില്ല കേട്ടോ. അത് മനസ്സിലാക്കുക. അപ്പോൾ അത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഫോർവേഡ്സ് ഡാറ്റ ബേസ്ഡ് ഓൺ MAC അഡ്രസ്? MAC അഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റകളെ ഫോർവേഡ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ സിലബസിനകത്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ആ ഒരു ഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന റൗട്ടർ, സ്വിച്ച്, മോഡം, ഗേറ്റ്വേ എന്നൊക്കെ പറയുന്നത് നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്. അപ്പോൾ MAC അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഓരോ ഡിവൈസിനും, ഒരു നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസിനും, കമ്പ്യൂട്ടർ ആയാലും പ്രിൻ്റർ ആയാലും സ്കാനർ ആയാലും ഇവർക്കെല്ലാം എന്തുണ്ട്? MAC അഡ്രസ്സ് ഉണ്ട് കേട്ടോ. MAC അഡ്രസ്, മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം കേട്ടോ. MACൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ്. മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ്സ് ആക്ച്വലി ആ മെഷീൻ്റെ ഒരു അഡ്രസ്സാണ്, അതൊരിക്കലും മാറത്തില്ല. ഓരോ ഡിവൈസിൻ്റെയും MAC അഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് യുണീക്ക് ആയിരിക്കും. IP അഡ്രസ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റും. MAC അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഡാറ്റകളെ MAC അഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഫോർവേഡ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ ആരാണ്? സ്വിച്ച് ആണ്. സ്വിച്ചിൻ്റെ ഉപയോഗം എന്താണ്? ഒരു നെറ്റ്വർക്കിനകത്ത് വ്യത്യസ്ത കമ്പ്യൂട്ടറുകളെയും ഡിവൈസുകളെയും തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഫോർവേഡ് ചെയ്യിക്കുന്നത് ആരാണ്? അത് സ്വിച്ചാണ്. എന്തുപയോഗിച്ചാണ് ഫോർവേഡ് ചെയ്യിക്കുന്നത്? MAC അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് സ്വിച്ച് ഈ ഡാറ്റകളെ ഫോർവേഡ് ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടോപ്പോളജി യൂസസ് എ സിംഗിൾ ബാക്ക് ബോൺ കേബിൾ? ഇത് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് ടോപ്പോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നെറ്റ്വർക്കിൽ ഡിവൈസുകളെ കണക്ട് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ സ്ട്രക്ചർ, ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനെ ഫിസിക്കലി എങ്ങനെയാണ്, എന്ത് ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വിച്ച് ടോപ്പോളജി യൂസസ് സിംഗിൾ ബാക്ക് ബോൺ കേബിൾ? ഒരു സിംഗിൾ ബാക്ക് ബോൺ കേബിൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളെയും ഡിവൈസുകളെയും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടോപ്പോളജി ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ റിംഗ് ആണോ, ഓപ്ഷൻ ബി ബസ് ആണോ, ഓപ്ഷൻ സി സ്റ്റാർ ആണോ, ഓപ്ഷൻ ഡി ട്രീ ആണോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ, പറയാമോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ബസ് ആണ് കേട്ടോ. ബസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണാൻ സാധിക്കുക. നോക്കിയേ, കമ്പ്യൂട്ടേഴ്സിനെ ഒരു സിംഗിൾ ബാക്ക് ബോൺ കേബിൾ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എ ബി സി ഡി. അപ്പോൾ ഇതിനെയാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് നെറ്റ്വർക്ക് ഈസ് കാൾഡ് ടോപ്പോളജി. വ്യത്യസ്ത ടോപ്പോളജികളാണ് ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്, റിംഗ്, ബസ്, സ്റ്റാർ, ട്രീ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബസ് ടോപ്പോളജിയാണ്. ഒരു സിംഗിൾ ബാക്ക് ബോൺ കേബിൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടേഴ്സിനെയും ഡിവൈസസിനെയും ഇന്റർകണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, DNS സ്റ്റാൻഡ്സ് ഫോർ. DNSന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. DNS എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രോട്ടോകോൾ ആണ്. ഓപ്ഷൻ എ ഡൊമൈൻ നെയിം സിസ്റ്റം, ഓപ്ഷൻ ബി ഡിജിറ്റൽ നെറ്റ്വർക്ക് സർവീസ്, ഓപ്ഷൻ സി ഡേറ്റ നെയിം സെർവർ, ഓപ്ഷൻ ഡി ഡൊമൈൻ നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഇത്തരം ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. DNSന്റെ ഫുൾ ഫോം എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഡൊമൈൻ നെയിം സിസ്റ്റം എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പറയുക, ഒരു വെബ്സൈറ്റ് അഡ്രസ്സിനെ, ഒരു വെബ് അഡ്രസ്സിനെ IP അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യുവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമൈൻ നെയിം സിസ്റ്റം അല്ലെങ്കിൽ DNS കൺവേർട്സ് വെബ്സൈറ്റ് അഡ്രസ് ഇൻടു എന്താണ്, IP അഡ്രസ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തൊരു ചോദ്യം, കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മെമ്മറിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ്. വിച്ച് മെമ്മറി ഈസ് നോൺ വോളറ്റൈൽ? ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നോൺ
നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പോയി കഴിഞ്ഞാലും അതിനകത്ത് കിടക്കുന്ന ഡാറ്റ എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെട്ട് പോകുന്നില്ല. അതാണ് നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പവർ പോയി കഴിഞ്ഞാൽ ഡാറ്റ മുഴുവനും എന്ത് ചെയ്യും, ലോസ് ആയി പോകും. അതാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ നോൺ വോളറ്റൈൽ മെമ്മറി ഏതാണ്? ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി ക്യാഷ് മെമ്മറി, ഓപ്ഷൻ സി റോം, ഓപ്ഷൻ ഡി രജിസ്റ്റർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി റോം ആണ്, റീഡ് ഓൺലി മെമ്മറി ആണ്. റീഡ് ഓൺലി മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാംസ് പവർ പോയാലും ലോസ് ആയി പോവില്ല. ബാക്കി പറഞ്ഞിരിക്കുന്ന റാൻഡം ആക്സസ് മെമ്മറിയിലും ക്യാഷ് മെമ്മറിയിലും രജിസ്റ്ററിലും ഒക്കെ ഡാറ്റാസ് പവർ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ആയി പോകും. പക്ഷേ റോം വന്ന് പെർമനൻ്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. റോമിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫേം വെയറുകളാണ് ഫേം വെയർ കേട്ടോ. ഫേം വെയർ അതായത് ഈ ബയോസ് അല്ലെങ്കിൽ UEFI, മോഡേൺ കമ്പ്യൂട്ടേഴ്സിലൊക്കെ UEFI ആണ് എന്ത് ചെയ്തിരിക്കുന്നത്. UEFI എന്ന് പറയുന്ന ഫേം വെയർ ആണ് റീഡ് ഓൺലി മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബൂട്ടിംഗ് പ്രോസസ്സ് ആരംഭിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന ടൈമിൽ എല്ലാ ഡിവൈസസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുവോ അല്ലെങ്കിൽ എല്ലാ ഡിവൈസസിനും ആവശ്യമായിട്ടുള്ള പവർ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എൻഷുർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ ബയോസ് അല്ലെങ്കിൽ UEFI എന്നൊക്കെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? റീഡ് ഓൺലി മെമ്മറിക്ക് അകത്താണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. അതുപോലെ കമ്പ്യൂട്ടറിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് രജിസ്റ്റർ ആണ് കേട്ടോ. കമ്പ്യൂട്ടറിലെ ഏറ്റവും ചെറിയ മെമ്മറിയും ഏറ്റവും വേഗതയേറിയ മെമ്മറിയും രജിസ്റ്റർ ആണ്. മൈക്രോ പ്രോസസ്സറിലാണ് രജിസ്റ്റർ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ആയിട്ടുള്ള ഡാറ്റകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? ക്യാഷ് മെമ്മറിക്ക് അകത്താണ് കേട്ടോ. റാൻഡം ആക്സസ് മെമ്മറിക്കും അതേപോലെ തന്നെ CPU-നും ഇടയിലായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിക്കും CPU-നും ഇടയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ആയിട്ടുള്ള ഡാറ്റാസിനെയും ഇൻസ്ട്രക്ഷൻസിനെയും ആക്സസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. അത് നന്നായിട്ട് പഠിച്ചിരിക്കുക. ഏറ്റവും വേഗതയേറിയ മെമ്മറിയും ഏറ്റവും ചെറിയ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ആണ്. പക്ഷേ എന്താണ്, ഇവരെല്ലാം വോളറ്റൈലാണ്. പവർ പോയി കഴിഞ്ഞാൽ ഡാറ്റ മുഴുവനും ലോസ് ആയി പോകും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പെയർ ഈസ് ഇൻകറക്റ്റ്? ഇതിൽ ഏതോ ഒരു പെയർ ഇൻകറക്റ്റ് ആണ്, തെറ്റാണ്. കീബോർഡ് ഇൻപുട്ട് ഡിവൈസ്, മോണിറ്റർ ഔട്ട്പുട്ട് ഡിവൈസ്, സ്കാനർ ഔട്ട്പുട്ട് ഡിവൈസ്, പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ്. ഇതിൽ തെറ്റായിട്ടുള്ള പെയർ എന്ന് പറഞ്ഞേ, നിങ്ങൾ തന്നെ പറഞ്ഞേ ഏതായിരിക്കും? യെസ്, സ്കാനർ ഔട്ട്പുട്ട് ഡിവൈസ്. സ്കാനർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് സൈബർ അറ്റാക്ക് ലോക്സ് ഓർ എൻക്രിപ്റ്റ്സ് എ യൂസേഴ്സ് ഫയൽസ് ആൻഡ് ഡിമാൻഡ്സ് പേയ്മെന്റ്? ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അത് സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫയല് അല്ലെങ്കിൽ ബ്രൗസറൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ സൈറ്റോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറോ ബ്ലോക്ക് ആവുകയും അവർക്ക് കാശ് വേണം, കാശ് കൊടുത്താൽ നമുക്കത് വീണ്ടും റെസ്യൂം ചെയ്യാം അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ സേവനം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വീണ്ടും തുടരാമെന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. ചിലപ്പോൾ അത് ഭീഷണിയായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. അത്തരത്തിലുള്ള സൈബർ അറ്റാക്കിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ സ്പൈവെയർ, ഓപ്ഷൻ ബി വോം, ഓപ്ഷൻ സി റാൻസം വെയർ, ഓപ്ഷൻ ഡി ട്രോജൻ. ഏതാണ് കറക്റ്റ് ആൻസർ? ചില ടൈമിലൊക്കെ നമ്മൾ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ബ്ലോക്ക് ആവുകയും എന്താണ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് തുടരാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഭയപ്പെടരുത്, 100% അത് ഫ്രോഡാണ് കേട്ടോ. ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ സി റാൻസം വെയർ. എന്താണ്? റാൻസം വെയർ. റാൻസം വെയർ കേട്ടോ, നന്നായിട്ട് പഠിച്ചു നോക്കുക. വിച്ച് സൈബർ അറ്റാക്ക് ലോക്സ് ഓർ എൻക്രിപ്റ്റ്സ് എ യൂസേഴ്സ് ഫയൽസ് ആൻഡ് ഡിമാൻഡ്സ് പേയ്മെന്റ് എന്ന് ചോദിച്ചാൽ പറയുക ഓപ്ഷൻ സി റാൻസം വെയർ ആണ് കറക്റ്റ് ഉത്തരമെന്ന് പറയുന്നത്. മിക്കവാറും നിങ്ങളെ പരീക്ഷകൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം റാൻസം വെയർ. അപ്പോൾ നമ്മുടെ അപ്പെക്സ് സൊസൈറ്റി ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ മികച്ച അധ്യാപകരാണ് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാ സംശയവും നിങ്ങൾക്ക് തീർത്ത് ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷനും തുടർന്നുള്ള വിവരങ്ങൾക്കും നിങ്ങൾ വിളിക്കുക 8921440580. ഫ്രണ്ട്സ്,
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ അപ്പെക്സ് സൊസൈറ്റി ജൂനിയർ ക്ലർക്ക് എക്സാമിന് IT ഭാഗത്ത് നിന്ന് 10 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും മിക്കവാറും ഒക്കെ വരുന്നത്. സോ നന്നായിട്ട് പഠിക്കുക. ആ 10 മാർക്കിന് എന്താണ് 10 ഔട്ട് ഓഫ് 10 തന്നെ നിങ്ങൾ മേടിക്കണം. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ക്ലാസ് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.